മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 3/7/1985 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ഉത്രാടമാണ് നക്ഷത്രം. ഉത്രാടം 1-ാം പാദം. ചിങ്ങലഗ്നം. 2-ൽ ഗുളികൻ, 3-ൽ ശനി കേതു, 4 ശൂന്യം, 5-ൽ ചന്ദ്രൻ, 6-ൽ വ്യാഴം, 7-8 ഭാവങ്ങൾ ശൂന്യം, 9-ൽ ഭാഗ്യസ്ഥാനത്ത് രാഹു, 10-ൽ ശുക്രൻ, 11-ൽ സൂര്യൻ കുജൻ, 12-ൽ ബുധൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഡിവോഴ്സ് സംഭവിച്ചിട്ടുള്ള ഒരാളുടെ ഗ്രഹനില കൂടിയാണിത്. എന്തുകൊണ്ടാണത്? വളരെ ലളിതമാണ് അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്. 1. ചിങ്ങ ലഗ്നം. ലഗ്നം ചിങ്ങമാവുന്നു. ലഗ്നാൽ 7 വിവാഹസ്ഥാനം. അതിൻ്റെ അധിപൻ കുംഭം ആയതിനാൽ ശനി. 3-ൽ ഉച്ചനായി നിൽക്കുന്നു. പൊതുവെ അത് വളരെ നല്ലതാണ്. പക്ഷേ ഇവിടെ അത് കേതുവിനോടൊപ്പം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ 7-ാം ദൃഷ്ടിയിൽ ഉപരി ഗുളികൻ്റെ 2-ാം ദൃഷ്ടിയിലുമാണ്. വളരെ വളരെ മോശമാണ്. ഡിവോഴ്സ് സംഭവിച്ചില്ല എങ്കിൽ അത്ഭുതം എന്ന് തന്നെ പറയാം. അതല്ലാത്ത പക്ഷം അത്രയേറെ ചേരുന്ന ഗ്രഹനിലകൾ കൊണ്ട് ചേർത്താൽ മാത്രമാണ് ഇത്തരം ഗ്രഹനിലകളിൽ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട് സംഭവിക്കാതിരിക്കുക. അതിലെ 7-ാം ഭാവാധിപൻ ശനി എന്ന് പറയുമ്പം മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ശനി പൊതുവെ കട്ടി സ്വഭാവം കൂടുതലുള്ള പ്രബലനായിട്ടുള്ള ഗ്രഹം തന്നെയാണ്. അപ്പോൾ അത്തരം ശനി ഉച്ചനായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, ഉച്ചനായിട്ട് മാത്രമാണ് നിന്നിരുന്നത് എങ്കിൽ പൊതുവെ ഇത്തരക്കാർക്കൊരല്പം വൈകി വിവാഹം നടക്കുകയും എന്നാൽ അത് ഉറച്ചു നിൽക്കുകയും ചെയ്തേനെ. എന്നാൽ ഇദ്ദേഹം നേരത്തെ കൂട്ടി വിവാഹം കഴിക്കുകയും അത് പിന്നീട് പിരിഞ്ഞു പോവുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ ഉച്ചനായി നിൽക്കുന്ന ശനിയാണെങ്കിൽ പോലും അതിലേക്ക് കേതു രാഹു സാന്നിധ്യം ശനിയുമായി ഏതെങ്കിലും രീതിയിൽ വരുന്നത് ഒട്ടും നല്ലതല്ല. അതിനോടൊത്താണ് എരിതിയിൽ എണ്ണയൊഴിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ഗുളികൻ തൻ്റെ 2-ാമത്തെ ദൃഷ്ടി വിവാഹ സ്ഥാനത്തിൻ്റെ അധിപൻ ആയിട്ടുള്ള പ്രത്യേകിച്ചും ശനിയിലേക്ക് നടത്തുന്നത്. ഈ 2-ൽ നിൽക്കുന്ന ധനസ്ഥാനത്ത് നിൽക്കുന്ന ഗുളികൻ എന്ന് പറയുമ്പോൾ പൊതുവെ ലഗ്നത്തിലേക്ക് 12-ാമത്തെ ദൃഷ്ടിയുണ്ട്. നല്ലതല്ല. അതുപോലെ തന്നെ 3-ലേക്ക് തൻ്റെ 2-ാമത്തെ സ്വാഭാവികമായിട്ടുള്ള ദൃഷ്ടിയുമുണ്ട്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം നീചനാണ്. അപ്പോൾ ഉദ്ദേശിച്ച പവറിൽ വ്യാഴം അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് ഇടപെടില്ല എന്ന് സാരം. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 9-ൽ രാഹു. ലഗ്നാൽ 9-ൽ രാഹു എന്ന് പറയുമ്പോൾ മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഭാഗ്യസ്ഥാനമാണ് 9 എന്ന് പറയുന്നത്. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചു പിതാവുമായി ബന്ധപ്പെട്ട സ്ഥാനം, ഭാഗ്യ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാനം. അപ്പോൾ അവിടെ പൊതുവേ രാഹു, ഗുളികൻ, അതേപോലെ തന്നെ കേതു, നീചനായ ശനി ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കും. ഭാഗ്യ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കും എന്ന് സാരം. അതിൽ വിവാഹം ഒരു ഭാഗ്യം തന്നെയാണ്, ജോലി ഭാഗ്യം തന്നെയാണ്, പണം ഭാഗ്യം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും, നമ്മൾക്ക് ഗുണകരമായി മാറുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഏതൊരു വ്യക്തിയുടെ ഗ്രഹനിലയിലും ഭാഗ്യസ്ഥാനം എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് തിരിച്ചറിയുക. അവിടെ രാഹു ഗ്രസിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാ ഭാഗ്യാനുഭവങ്ങളെയും ടോക്സിക് ആക്കാനുള്ള ശേഷി, പവർ രാഹുവിനുണ്ട്. വളരെ ശക്തനായിട്ടുള്ള ഛായാഗ്രഹമാണ് രാഹു. ഇല്യൂഷൻസാണ്, മായാവിദ്യകളുള്ള ഛായാഗ്രഹമെന്നും രാഹു അറിയപ്പെടാറുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത്തരക്കാർ പൊതുവെ ധാരാളമായിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം ജീവിതങ്ങളെടുത്ത് നോക്കുന്ന സമയത്ത് പലപ്പോഴും ഭാഗ്യാനുഭവങ്ങൾ തങ്ങളെ തേടി വരികയും എന്നാൽ ബിറ്റ്വീൻ കപ്പ് ആൻഡ് ദ ലിപ്പ്, കപ്പിനും ചുണ്ടിനുമിടയിൽ അത് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടും
കാണാറുണ്ട്. അതുതന്നെയാണ് രാഹു യഥാർത്ഥത്തിൽ 9 നിന്നാൽ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. മറിച്ച് ഗുളികനാണ് നിൽക്കുന്നത് എങ്കിൽ അറുത്ത് മാറ്റുക എന്ന് പറയുന്ന പ്രോസസ്സ്, ഭാഗ്യ അനുഭവങ്ങളെ അറുത്ത് മാറ്റുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഗുളികൻ ചെയ്യാറുണ്ട്. ഇവിടെ ഗുളികൻ ചെയ്യുന്നതും അതുതന്നെയാണ്. 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനിയാവുകയും ശനി പുത്രനാണ് ഗുളികൻ. ഗുളികൻ്റെ ദൃഷ്ടി ശനിയിലേക്ക് വരികയും ചെയ്തു കഴിഞ്ഞാൽ വിവാഹം എന്ന് പറയുന്ന അവസ്ഥയെ അറുത്ത് മാറ്റുക, ഇല്ലാതാക്കുക എന്ന് പറയുന്ന, നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഗുളികൻ അവിടെ ചെയ്യും. അത് ചെയ്തു. അതുകൊണ്ടാണ് ഡിവോഴ്സ് അവിടെ സംഭവിച്ചത്. അതുപോലെ തന്നെ ഇത്തരക്കാർ പൊതുവെ വീണ്ടും വിവാഹം കഴിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചും, പ്രത്യേകിച്ച് ചിങ്ങലഗ്നമായിട്ട് ആര് ജനിച്ചാൽ തന്നെയും അവരുടെ 7ാം ഭാവം എന്ന് പറയുന്നത് ചിങ്ങലഗ്നം അല്പം സ്വല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ലഗ്നം തന്നെയാണ്. പ്രത്യേകിച്ച് സൂര്യനാണ് അതിനെ ഭരിക്കുന്നത്. സൂര്യൻ ശനി ബന്ധം വരികയോ അതല്ല എങ്കിൽ ലഗ്നത്തിൽ ചിങ്ങലഗ്നത്തിലേക്ക് ശനി നിൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്പം ശ്രദ്ധ പൊതുവേ ജീവിതത്തിൽ ഉടനീളം അത്യാവശ്യം തന്നെയാണ്. ഇവിടെ അദ്ദേഹത്തെ സംബന്ധിച്ച് 7ാം ഭാവാധിപനായിട്ട് ശനി അവിടെ വന്നു. കേതു, രാഹു, അതുപോലെ തന്നെ ഗുളികൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇനി ഒരു വിവാഹം കഴിയുകയാണെങ്കിൽ പോലും കൃത്യമായിട്ട് നാളും ഗ്രഹനിലയും ജാതകവും ഒക്കെ കൃത്യമായിട്ട് നോക്കി ചേരുമെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഇത്തരം ഗ്രഹനിലകൾ ചേർക്കേണ്ടതിന് ഒരു പ്രോട്ടോക്കോൾ, മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം പാലിച്ചാണ് ചെയ്യുന്നതെങ്കിൽ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട്, വളരെ സംതൃപ്തമായിട്ട് തന്നെ പോകുന്ന ഗ്രഹനിലകളുണ്ട്. മറിച്ച് ഒന്നും നോക്കാതെ കണ്ണും പൂട്ടി പോയി ചാടുകയാണെന്നുണ്ടെങ്കിൽ പഴയത് തന്നെ വീണ്ടും ആവർത്തിക്കും. കാര്യം ഈ 9 രാഹു എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ആണ്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ അതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ നടത്തി വേണം വിവാഹം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകൾ സർവ്വസഹജം തന്നെയാണ് ഇത്തരം ഗ്രഹനിലകളിൽ. ലഗ്നാൽ 10 മാളവ്യ യോഗം കൊടുത്ത് ശുക്രനുള്ള ഗ്രഹനിലയാണത്. പക്ഷേ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ നല്ല ഗ്രഹനിലയമാണിത്. പക്ഷേ വിവാഹം പോലെയുള്ള കാര്യങ്ങളിൽ, മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ പോലെയുള്ള കാര്യങ്ങളിൽ, ധന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ ലഗ്നത്തിലെ ഗുളികൻ അനാവശ്യമായിട്ടുള്ള മണി ബ്ലോക്സിനെയോ പിശുക്കിനെയോ ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരവസ്ഥ തന്നെയാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുകയും ചെയ്യുക. 2 ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ വാക്കിന് മൂർച്ചയുണ്ടാകും. ഈ ഡിവോഴ്സ് തന്നെ സംഭവിക്കുന്നു എന്ന് പറയുന്നത് 100% പാർട്ട്ണർ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് വന്നിട്ടുള്ള നെഗറ്റീവ്സ് കൊണ്ടൊന്നുമല്ല, ഇദ്ദേഹത്തിൻ്റെയും നെഗറ്റീവ്സ് അതിൽ ഉൾപ്പെടുമെന്ന് മനസ്സിലാക്കുക. പ്രധാനമായിട്ടും ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യൻ നിൽക്കുന്നത് 11 ബുധൻ്റെ ക്ഷേത്രത്തിൽ ശക്തനായ കുജനോടൊത്താണ്. എന്ന് വച്ചാൽ സൂര്യൻ കുജൻ കോമ്പിനേഷൻ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കോമ്പിനേഷൻ തന്നെയാണ്. തർക്കങ്ങൾ ഉണ്ടാക്കുക, തർക്കങ്ങളിൽ പോയി ചാടുക, അതിനുള്ള സാഹചര്യങ്ങളിൽ ഏർപ്പെടുക വളരെ സഹജമായിട്ട് ഇത്തരക്കാരിൽ കാണാം. ഈഗോ, വാശി, ഞാൻ ജയിക്കണം, ഞാനാണ് ശരിയെന്ന് പറയുന്ന ഒരു ചിന്താഗതി വച്ച് പുലർത്തുന്ന ഒരു സ്വഭാവം ഇത്തരക്കാർക്ക് വളരെ സഹജമാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിൻ്റ് തന്നെയാണ്. എല്ലാ അന്തഛിദ്രങ്ങളുടെയും ഭിന്നതകളുടെയും തുടക്കം തർക്കങ്ങളിൽ നിന്നാണ് എന്ന ലളിതമായ കാര്യം ആദ്യം മനസ്സിലാക്കുക. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ഉത്രാടമാണ് നക്ഷത്രം. സൂര്യദശയിൽ ജനിച്ച് 91 വരെ സൂര്യൻ, അതിനുശേഷം ചന്ദ്രൻ 2001 വരെ, അതിനുശേഷം കുജൻ അഥവാ ചൊവ്വ 2008 വരെ, അതിനുശേഷം രാഹു 2026 വരെ, അതിനുശേഷം ഗുരു 2042 വരെ, അതിനുശേഷം ശനി 2061 വരെ, ശേഷം ബുധൻ, കേതു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ രാഹുവിൽ ചൊവ്വയാണ്. രാഹുദശയുടെ എൻഡിങ് പീരീഡാണ്. എന്ന് വെച്ചാൽ 10-18 കൊല്ലം കൊണ്ട്, 17.5 കൊല്ലക്കാലം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന രാഹു ഇപ്പോൾ 2026 ജൂൺ രണ്ടാമത്തെ ആഴ്ച കഴിയുന്ന സമയത്ത് അത് തീരും. രാഹുവിൽ ചൊവ്വ തീർന്നു കഴിഞ്ഞാൽ രാഹുദശ തീർന്നു. അതിനുശേഷം വ്യാഴദശ വരും. നീചനാണ്. എന്നിരുന്നാൽ തന്നെ ഇത്രയും രാഹു ചെയ്ത ശല്യങ്ങളൊന്നും, പ്രത്യേകിച്ച് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന രാഹുദശ നടക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പം തൊട്ടതെല്ലാം വള്ളികളാകുന്ന, ബുദ്ധിമുട്ടുകളാകുന്ന, ഭാഗ്യദോഷങ്ങളാകുന്ന, നെഗറ്റീവ്സ് ആകുന്ന ഒരു ദശ തന്നെയാണിത്. അതിൽ തന്നെ ശനിയുടെ അപഹാരം, കേതുവിൻ്റെ അപഹാരം, ലഗ്നാധിപനായിട്ടുള്ള സൂര്യൻ്റെ അപഹാരം, ഇതെല്ലാം വളരെ ശ്രദ്ധിക്കുകയും വേണം. രാഹു പൊതുവെ 9 നിന്ന് കഴിഞ്ഞാൽ പൊതുവെ കാര്യങ്ങൾ ടഫാണ്, ബുദ്ധിമുട്ട് തന്നെയാണ്. അത് വളരെ ശ്രദ്ധയോടെ തന്നെ കൃത്യമായിട്ട് അച്ചടക്കത്തോടുകൂടി ചിട്ടവട്ടത്തോടുകൂടി പരിഹാരങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടുന്ന
ഒരു പാറ്റേണിൽ വരുന്ന ഗ്രഹനിലകൾ തന്നെയാണ്. ചില ആളുകൾ വിളിക്കുന്ന സമയത്ത് ഗ്രഹനിലകളുടെ രീതി അനുസരിച്ച് പറയാറുണ്ട് ഒരു പരിഹാരവും ചെയ്യേണ്ട, വളരെ പോസിറ്റീവായിട്ടിരിക്കുക, അത് മാത്രം തന്നെ പരിഹാരമെന്ന്. എന്ന് വെച്ചാൽ ആ ഗ്രഹനില അത്രയും പവർഫുള്ളാണ്. എന്തു ചെയ്താലും അത് ഗുണമായി വരുന്ന ചില പാറ്റേണിൽ വരുന്ന ഗ്രഹനിലകളുണ്ട്. നല്ല ദശകൾ നടക്കും, നല്ല അപഹാരങ്ങളായിരിക്കും, അതിനനുസരിച്ചുള്ള പൊസിഷനിൽ ഗ്രഹങ്ങൾ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അത് നല്ല ഗ്രഹനിലയാണെന്ന് പറയുന്നത്. പക്ഷേ ചില ഗ്രഹനിലകൾ ഇതുപോലെ ബുദ്ധിമുട്ടുകളുള്ള ഗ്രഹനിലകൾ വരും. അത് പ്രത്യേകിച്ചും മുൻകരുതലുകളെടുത്ത് കൃത്യമായ പരിഹാരങ്ങളെടുത്ത് മുന്നോട്ട് പോകേണ്ടുന്ന പാറ്റേണിൽ തന്നെയാണ് അത് പെടുന്നത്. അതല്ല എങ്കിൽ ഇത് ഡിവോഴ്സ് സംഭവിക്കേണ്ടെന്ന് ആവശ്യമില്ലല്ലോ. അപ്പോൾ തന്നെ അതിൽ നിന്ന് നെഗറ്റിവിറ്റി ഉള്ള ഗ്രഹനിലയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ, പറ്റിയ അബദ്ധങ്ങൾ, തെറ്റുകൾ ആവർത്തിക്കാതെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് വളരെ ഗുണപ്രദമാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഗ്രഹനില തന്നെയാണിത് എന്നും മനസ്സിലാക്കുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.